ആയിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആണ്. അതൊരു സിമ്പിൾ റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കോളിഫ്ലവർ കൊണ്ട് ഒരു ഫ്രൈ ഉണ്ടാക്കുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ നമുക്കൊരു കോളിഫ്ലവർ വേണം. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കോൺഫ്ലവർ, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഇത് നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് വരാം. ഇത് ക്ലീൻ ചെയ്യാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം നോക്കണം കേട്ടോ, നല്ലോണം പുഴുവൊക്കെ ഉണ്ടാവുക. ഇത് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് നല്ലോണം നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ പുഴു ഉണ്ടാവുക. അപ്പോൾ നല്ലോണം നോക്കണം. ഇത് നോക്കി ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എനിക്ക് യൂട്യൂബിലൊന്നും വന്ന് വർത്താനം പറഞ്ഞിട്ടൊന്നുള്ള എനിക്കൊരു പരിചയമില്ല കേട്ടോ. എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിന് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ ഫുഡുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുകയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ പറയും ഒരു ചാനൽ തുടങ്ങിക്കൂടെ, എന്നിട്ട് യൂട്യൂബിൽ ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എനിക്ക് മടി, ക്യാമറേൻ്റെ മുമ്പിൽ വരാനുള്ള മടി കാരണം ഞാൻ വരലില്ല. അങ്ങനെ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ആളാട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിലുള്ള ഫ്രണ്ട്സുകൾ പോലെ നിർബന്ധവും എല്ലാം കാരണമാണ് ഇപ്പോൾ ഞാൻ അതിലേക്ക് വന്നത്. ഞാൻ വീഡിയോസുകൾ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് അവർക്ക് ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിക്കും അത് യൂട്യൂബിൽ ഇട്ടൂടെ, ഇങ്ങനെ ഞങ്ങൾക്ക് ഇട്ടിരുന്നതെന്ന്. പിന്നെ അവരെന്നെ വല്ലാണ്ട് നിർബന്ധിച്ചു. അപ്പോൾ എല്ലാവരും നിർബന്ധം കൊണ്ട് ഞാനൊന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിച്ച് എന്നോട് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും മാറ്റി ചെയ്യേണ്ടതുണ്ടെങ്കിലൊക്കെ നിങ്ങൾ പറഞ്ഞു തരിക. അതുപോലൊക്കെ ഞാൻ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ലോണം നോക്കി നല്ല വൃത്തിയാക്കി ഒക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇത് 3-4 പ്രാവശ്യം നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു 3 പ്രാവശ്യം കഴുകിയതാണ്. ഇനി അതൊരു ഓട്ടപാത്രത്തിലേക്ക് ഇടുക. വെള്ളം ഗ്യാസ് കത്തിക്കുക. ഇനി അതിനുശേഷം പാത്രം വെച്ച് തിളച്ച വെള്ളം ഞാൻ കെറ്റിൽ ചൂടാക്കി എടുത്താട്ടോ എളുപ്പമാവാൻ വേണ്ടിയിട്ട്. ആ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ മഞ്ഞൾപ്പൊടി ഇടുന്നത്. എന്നിട്ട് അതിൽ ഒരു കുറച്ച് നേരം ഒന്നിട്ടൊന്ന് നല്ലോണം ചൂടാക്കിയെടുക്കുക. അതിന് കുറച്ച് നേരം ഇങ്ങനെ നല്ലോണം ചൂടായി വരട്ടെ കേട്ടോ. നല്ലോണം ചൂടായി വരുമ്പോൾ ഇതൊന്ന് ഒരു ഹാഫ് വേവും ആവും. പിന്നെ അതിലത്തെ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചാൽ അതിലത്തെ വിഷാംശമൊക്കെ നഷ്ടപ്പെടും ചെയ്യും. അപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇത് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാൽ മതി കുറച്ച് നേരം. ഇത് എനിക്ക് പെട്ടെന്നായി കിട്ടേണ്ടിയിട്ടാണ് ഞാനിത് വെള്ളത്തിലിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തത് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം വെള്ളത്തിൽ നിന്ന്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇടുക. ഒരു 2-3 സ്പൂൺ ഇടുക. കാരണം ഇത് കുറച്ചിട്ടതിന് എൻ്റെ മുളക് പൊടിക്കും അത്യാവശ്യം കളറുണ്ട്. അത് കാരണം കൊണ്ടാട്ടോ അത് കുറച്ചിട്ടത്. പിന്നെ ഇതൊരു 3 സ്പൂൺ ഇടുക കേട്ടോ. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇടുക. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇടുക കേട്ടോ. ഇട്ട് നോക്കിയിട്ട്. പിന്നെ കോൺഫ്ലവർ ഇതൊരു 4-5 സ്പൂൺ ഇടാം കേട്ടോ. 5 സ്പൂൺ. ഇത് വേറെ രീതിക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളത് കാണിച്ചു തന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ കാണിച്ചു തരുന്നുണ്ട്. ഇത് നല്ലോണം കുഴച്ച് കഴിഞ്ഞ് ഒരു ലേശം സുർക്ക ഒഴിക്കണം കേട്ടോ. ഒരു മൂടി മതി കേട്ടോ. ഒരു കുറച്ച്
ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കിയിരുന്നേ. അപ്പോൾ ഉപ്പ് ലേശം കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലേശം കൂടെ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് നിങ്ങളൊക്കെ അതനുസരിച്ച് നോക്കി ഇട്ടോണ്ടി. നല്ലോണം കുഴച്ചുണ്ട് ഇതാ. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം കേട്ടോ. ഞാൻ ഫീസറിലാണ് വെക്കണം, വേഗം ആവാൻ വേണ്ടിയിട്ട് ഫീസറിലാണ് അതാക്കുന്നത്. ഫ്രിഡ്ജിലാണെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി. എനിക്കിത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫീസറിൽ വെക്കുന്നു. നമുക്ക് ഗ്യാസിലേക്ക് ഒരു ചട്ടി വെക്കാം. ഗ്യാസ് കത്തിക്കാം. ചട്ടി വെച്ചു. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഭവമായിരുന്നു കേട്ടോ. ഓയിൽ വേണം കേട്ടോ. ഓയിൽ പറയാൻ വന്നു. നമ്മളെ ആദ്യത്തെ വീഡിയോ അതിനെ കൊണ്ട് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഓയിലൊക്കെ പറയാൻ എന്നോട് വിട്ടുപോയതാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് നല്ലോണം ചെയ്യാം, കുറച്ചും കൂടെ ഒക്കെ ഒരു മാറ്റം വരുത്തിയിട്ടൊക്കെ. ഇനി ഓയിൽ ഒഴിച്ചു. ഇനി ഓയിൽ ചൂടാകട്ടെ. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം കേട്ടോ. ഇത് പുറത്തെടുത്ത് വെക്കാം. ഇനി അത് ചൂടാകുമ്പോഴത്തേക്ക് ഇതൊന്ന് തണുപ്പും വിട്ടോളും. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ടപാട് നമ്മളിത് ഇളക്കാൻ പാടില്ല കേട്ടോ. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്മേലുള്ള മസാലയൊക്കെ പോകും. കുറച്ച് നേരം അങ്ങനെ നിന്നതിന് ശേഷമേ ഇളക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നു. ഇതിങ്ങനെ ചൂടാവാണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഈ മസാല മൊത്തം ഇതിനൊന്ന് പോയി പോവും. അതാണ്. ഇനി വേവട്ടെ. ഇതാട്ടോ ഇത് നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. പിന്നെ അടുത്ത പ്രാവശ്യം ഇതിൻ്റെ വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടെ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇനി അടുത്തതിന് നല്ല കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് ഉള്ളത് റെസിപ്പി കാണിക്കാം. ഇത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. എണ്ണ നല്ലോണം പോയി കഴിയുമ്പോൾ ഇതിലേക്ക് ഇടാം. ഇനി ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടപാടെ ഇളക്കരുത് കേട്ടോ. ഇട്ട് കുറച്ചിറങ്ങാൻ തന്നെ നിന്നതിൻ്റെ ശേഷം ഇളക്കാൻ പാടുള്ളേ. ഞാൻ കുറച്ച് ചോറ് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഇതും കൂട്ടി നമുക്ക് കഴിച്ചു നോക്കാം. ഈ കറിവേപ്പിലൊക്കെ ഇതിൻ്റെ കൂടെ കടിച്ചു തന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില എടുത്തിട്ട് പിന്നെ ഇതിൽ സാമ്പാറാട്ടോ. സാമ്പാറെന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. നമുക്ക് കഴിച്ചു നോക്കാം. നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഇത് ചോറ് കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ചോറ് കൂട്ടിയില്ല, ഞാൻ ഇത് മാത്രം കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്പിനെസ് ഉണ്ട്. എരിവും പുളി എല്ലാം നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായമാണെങ്കിൽ ചീത്ത അഭിപ്രായമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. ഇനി ഞാൻ വേറെ വീഡിയോസ് ഇടും. നിങ്ങൾ പറയും പോലെ ഉണ്ടാവും. ഇതുപോലെയുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അത് എന്നാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരുന്നു.